പോകുമ്പോൾ ഉച്ചയ്ക്ക് മധ്യാഹ്നത്തിന് ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന്, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് ആര്? അങ്ങ് ആരാകുന്നു കർത്താവ്? ഇതാ കിടക്കുന്നു റാന്നിക്കാരുടെ ഭാഷ തിരികിടന്നു. ഇന്ന് രാത്രിക്ക് ഈ കാശുണ്ടേലും എത്ര വലിയ നമ്പർ ഉണ്ടേലും AK-47 ഉണ്ടേലും സ്വർഗത്തിന്റെ ഒരു ടോർച്ച് അടിച്ചായ നീ താഴെ വീഴും. ഇന്ന് രാത്രി മാനസാന്തരപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ശൗല് വളരെ മര്യാദയുള്ള ശൗലായിരുന്നു. ഇന്ന് റാന്നിയിൽ നമ്മുടെ അച്ചായന്മാരാണെ വാസനായി കേരളം അരവിന്ദ് കണ്ണ ആശുപത്രിയിലും പോകും. ശൗലിന്റെ പിടികിട്ടിയത് അങ്ങനെ ഒന്ന് പോവാൻ അവനെ എല്ലാവരോടും ചുമന്നവിടെ കൊണ്ടുപോയി നേർവീതിയിൽ ദർശോഷകാരനായ യൂദയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അവനിപ്പോ പള്ളിയുടെ പുറത്ത് ഗ്രൗണ്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. 2 ദിവസം അവന്റെ കണ്ണുനീർ വളരെ ശക്തമായിരുന്നു. ശക്തമായ കണ്ണീർ കണ്ടപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. അനന്യാസിന് പെട്ടെന്നൊരു വാട്സപ്പ് കൊടുത്തു. എന്താ വാട്സപ്പ് കൊടുത്തത്? നീ വേഗത്തിൽ ചെല്ലണം. ശൗല് എന്താ ചെയ്യുന്നപ്പോ കരയി അവന്റെ തലയിൽ കൈവച്ച ചെതുമ്പൽ അജ്ഞത അങ്ങ് മാറ്റി കൊടുക്കണം. ഉടനെ അനന്യാസ് ഞങ്ങളെ പോലുള്ള ഉപദേശിമാരൊക്കെയുള്ള സ്വഭാവം പറഞ്ഞ എന്താണെന്നറിയാമോ? കർത്താവെ, നമ്മുടെ കൺവെൻഷന്റെ സകല പോസ്റ്റിലും അവൻ കരിയായിൽ അടിച്ചതാ. മനസ്സിലാകുന്നവർക്കായി ചുങ്കപ്പാറയിരുന്ന 2 ബാനറും അവൻ കൊണ്ടുപോയതാ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി അതാ അവൻ പറഞ്ഞത്. ഉടനെ സ്വർഗം പറഞ്ഞു, ഉപദേശിമാരുടെ കാര്യമൊന്നും നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങളോട് പറയാം. സ്വോത്രം. ഞങ്ങളുടെ രൂപവും ഭാവവും കാണുമെങ്കിൽ ഇതൊക്കെ ചെറിയ സഭയാണ്. സ്ഥലമാറ്റത്തിന്റെ ചർച്ച വരുമ്പം കാണാൻ ഞങ്ങളുടെ ഉപദേശിമാരുടെ രൂപവും ഭാവവും മതി. ഈ പള്ളിക്ക് മതി, മതി. മനസ്സിലാകുന്നവർക്കായി തീർത്തങ്ങ് പറയുക. ഇന്ന് രാത്രി സ്വർഗം പറഞ്ഞ് അതൊന്നും ചെയ്യേണ്ടത് ഈ പടപട യാത്രയാകണം. പഴയ MIT സ്കൂട്ടറിനകത്ത് ഒറ്റ യാത്ര. നോക്കിയപ്പോ ദാ കിടക്കുന്നു ശൗല് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അടുത്തെത്തുമ്പതിന് മുട്ട് ഒറ്റ വിളി വിളിച്ചു, ശൗലേ സഹോദര. അത് കേട്ടപ്പം തന്നെ പകുതി കാഴ്ച കിട്ടി മറിയാം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഇതിന്റെ പേര് 2 ദിവസം മുമ്പ് കൈകാര്യം ചെയ്യാൻ വന്ന പ്രിയപ്പെട്ടവനെ നോക്കി വിളിക്കുക, ശൗലേ സഹോദര. ഇത് എവിടുന്ന് കിട്ടിയെന്നറിയാമോ? ഇതിന്റെ പേര് ക്രിസ്തുവിന്റെ സ്നേഹം. ഇന്ന് രാത്രി എലിയൻ കൺവെൻഷന്റെ 2ാമത് രാത്രി നാട്ടുകാരും വീട്ടുകാരും കേൾക്കട്ടെ, ഞങ്ങളെ കൊല ചെയ്യാനല്ല, കൊലപാതകം ചെയ്യാനല്ല, മദ്യപിക്കാനല്ല. ഞങ്ങളെ ദൈവം വിളിച്ചത് ഞങ്ങളെ ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാനുള്ള കൃപയ ഞങ്ങൾക്ക് കാൽവറിയിൽ കൂടി ഇന്ന് രാത്രി ലഭിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി അച്ഛയമ്മയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇന്ന് രാത്രി വിളി കേട്ടപ്പം തന്നെ പകുതി കാഴ്ചയായി. സ്വോത്രം. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ രോഗിക്ക് പ്രാർത്ഥിക്കാൻ പോകും. അച്ചായ വയ്യാതെ കിടക്കുമ്പോൾ 2 അച്ചായന്മാർ മരിച്ച കഥ പറയും. അച്ചായന്റെ പകുതി ശ്വാസം പോകും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുപോലെ നമ്മുടെ സഹോദരിമാർ ഏതെങ്കിലും വീട്ടിൽ ഒരു അമ്മമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് റാന്നിയിൽ 2 ചേച്ചിമാർ മരിച്ച കഥ പറയും. പിന്നെ ചേച്ചിക്ക് ശവപ്പെട്ടി മേടിച്ചുകൊണ്ടാൽ മതി. സ്വോത്രമാനല്ല. എവിടെങ്കിലും രോഗികളെ കാണാൻ പോകുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിർമ്മലതയും കർത്താവ് വിടുവിച്ച സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ഉന്മേഷമാകും. വാറ്റ പ്രാർത്ഥന ശൗൽ അങ്ങോട്ട് അനന്യാസ് പ്രാർത്ഥിച്ചു. ശൗലിന്റെ കണ്ണീന്ന് ചെതുപ്പൽ വീണ് കാഴ്ച ലഭിച്ച ഉപദേശിയോടടുത്ത് എന്താ ചോദിച്ചത്? ഉപദേശി, ഞാൻ എന്തോ ചെയ്യണോ? അനന്യാസ് പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. സ്വോത്രം. ഇന്ന് റാന്നിയിലെങ്ങാനും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ സനൻ TV റോച്ചാനടുത്ത് പറയും, പേജ് മാറ്റി, യേശു അത്ഭുതം ചെയ്യുന്നു. കൺവെൻഷന്റെ പേര് മാറി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി കാഴ്ച ലഭിച്ചവർ അവൻ എന്താ ചെയ്തെന്നറിയാമോ? കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. തീർന്നില്ല. നീ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. കള്ളുകുടിയും കഞ്ചാവും പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയൊക്കെ മാറ്റിക്കളയണം. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങളെ പറ്റി അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. സ്നാനമേറ്റ് നീ എന്ത് ചെയ്യണം? ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. തീർന്നില്ല. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം. ആ കുഞ്ഞിനെ ചേർക്കാനായി എന്റെ കാന്തൻ മടങ്ങി വരുന്നത്. അതാ പുതിയ നിയമസഭയുടെ കാൽപ്പനികമായ ഉപദേശം ഈ കൺവെൻഷനകത്ത്. അവന്റെ മരണം എങ്ങനെയെന്ന് ആരും വരച്ച് കാട്ടുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ഗ്രില്ലിനകത്ത് കൂടി ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി വന്നു. കൊടുത്ത പേപ്പർ എന്താണെന്നറിയാമോ? നാളെ പകൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവരും. ഇന്ന് രാത്രി കേട്ടാട്ടെ, ചെത്തങ്കരയിലെ തടിമില്ലിനകത്ത് വാളുകൊണ്ട് തല കണ്ണമായി ഇറക്കുന്നതോടെ താങ്കളുടെ തലയിറക്കും. പൗലോസിന് ഒരു ചെറിയ ഭയം, മരണത്തിന്റെ അല്ല. 2 കുഞ്ഞു ശിഷ്യന്മാരുണ്ട്. അവന്റെ ഒരുവന്റെ പേര് തിമോത്തിയോസ്, ഒരുത്തൻ ഒനോമിയോസ്. ഒരുത്തൻ മുണ്ടക്കയത്ത് ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുന്നു, ഒരുത്തൻ പാമ്പനാറി കൊടുക്കാൻ പോയിരിക്കുന്നു. ഇവര് മടങ്ങി വരുമ്പോൾ എന്നെ കാണാൻ കഴിയത്തില്ല. അതിനിവരൊട്ടൊന്നും പറയത്തില്ല. അമ്മ, ഇന്നിവിടെ ദൈവദാസന്മാർ തന്നോലെ നല്ല കുപ്പിവെള്ളമല്ല, ചിരട്ടക്കകത്ത് വെള്ളമിരിപ്പുണ്ട്. എവിടെയോ കിട്ടിയ ഒരു കരിക്കട്ട ജയിലിന്റെ ഭിത്തിക്കകത്ത് ഇങ്ങനെ കുറിയിട്ട് കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ കാണുക, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മക്കളെ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഭാരപ്പെടണ്ട. നമുക്കേവർക്കും നീതിയുടെ കിരീടവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. വചനത്തിന്റെ നിവർത്തി എല്ലാവരും കേൾക്കണം. ബുക്കെടുത്തവർക്ക് അനുഗ്രഹമല്ല. പിറ്റേന്ന്
പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ ചില രാജ്യങ്ങൾ മനുഷ്യന്റെ കഴുത്ത് വെട്ടുന്നത് പോലെ പൗലോസിന്റെ കഴുത്ത് വെട്ടി മാറ്റി. തല ഇങ്ങനെ തെറിച്ചു വീണപ്പോൾ നാവ് ചലിച്ചെന്ന് ജോസീഫസ് പുറകെ ആരെ പത്രോസിനെ നേരെ ക്രൂശിക്കുവാൻ ശ്രമിച്ചു. ബൈബിളും ചരിത്രവും എന്താ ചെയ്തതെന്നറിയാമോ? അവൻ പറഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല, തല കീഴ. അതിനുശേഷം യാക്കോബിനെ പിടിച്ചു, തല വെട്ടി മാറ്റി. ഈ കാലഘട്ടത്തിനകത്ത് ഇന്ത്യയുടെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ ധ്വനിയുമായി വന്നിറങ്ങിയ തോമസ് അപ്പോസ്തലൻ AD 72 മൈലാപ്പൂരിൽ വധിക്കപ്പെടുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട ഒരുവനുണ്ടായിരുന്നു, വയോധികനായ യോഹന്നാൻ. അദ്ദേഹം AD 66 യാത്ര, ഇനി രക്ഷയില്ല. തുർക്കിയുടെ ഭരണത്തിലിരിക്കുന്ന ഒരു പട്ടണമുണ്ട്, അതിന്റെ പേര് ആസിയ. ആസിയയിലേക്ക് അവൻ ഏഷ്യ മൈനറിൽ യാത്രയായി. അവിടെ ചെന്ന് 7 സഭകളുണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും സർദീസും. അത് കഴിഞ്ഞ് ഫിലാഡൽഫിയ സഭ. 90 വയസ്സ് കഴിഞ്ഞ പ്രായമായപ്പോൾ ഡൊമീഷ്യൻ വരുന്നു. ഡൊമീഷ്യൻ ചോദിച്ചു, യേശു രക്ഷകനെന്ന് റോം പറയത്തില്ല. അവര് പറയുന്നു, തച്ചന്റെ മകന്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു പറഞ്ഞ സാറേ മിക്കവരെയും കാലപുരിക്ക് അയച്ചു. ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, എത്ര പ്രായം? 90 കഴിഞ്ഞ് കാണും. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്നവനാ. അപ്പൊ പറഞ്ഞ് നോ മോർ ബെയിൽ, നോ മോർ ജയിൽ. ജയിലും വേണ്ട, ബെയിലും വേണ്ട. താളിയൂലക്കകത്ത് തിരുത്താണി കൊണ്ട് കൽപ്പന എഴുതി കൊടുത്തു. എന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ എന്താ ചെയ്തെന്നറിയാമോ? വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. പ്രഭാതത്തിൽ 5:30 മണിക്ക് സഭയുടെ മുറ്റത്ത് പഴയ നിയമത്തിന്റെ തോറയുടെ ചുരുളുകൾ വായിക്കുമ്പോൾ ചരിത്രത്തിന്റെ തങ്കത്താളുകൾ 6 കുതിരകൾ 12 പടയാളികൾ വന്നു. വയോധികനായ യോഹന്നാനെ കൈപിടിച്ചു. സഭയിൽ കമ്മിറ്റിക്കാരില്ല, പ്രതിപുരുഷനില്ല, സെക്രട്ടറിയില്ല. അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ മരിക്കാൻ പോവുകയാണ്. അപ്പച്ചനൊരു വല്ലായ്മ. നേരെ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് 6 മണിക്ക് അവിടെ എത്തി. തടിയുടെ പ്രതലം പോലെ ഒരിടത്ത് അവിടെ കിടത്തി. 6:30 ആയപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. ശ്രദ്ധയോട് ക്യാൻസറിന് റേഡിയേഷൻ എടുക്കുന്നതിന് കറുത്ത പേന കൊണ്ട് മാർക്ക് ചെയ്യുന്നുള്ള വരയ്ക്കാനുള്ള ടാർഗറ്റ് അവിടെ തികഞ്ഞു കഴിഞ്ഞു. 7 മണിക്ക് ഒരു പടയാളി ഇറങ്ങി വരും. അവന്റെ പേർ മൂർച്ചയേറിയായത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. 186 മുള്ളുള്ള കിരീടം. 30 ഓമിന്റെ ഒരു പടയാളിയുണ്ട്, അവന്റെ പേര് പെരിറ്റോറിയസ്. അവന്റെ കയ്യിൽ വാളച്ചൂണ്ടയും ഈയക്കട്ടയോ. അവന്റെ കസിനായ ഒരുവന ഈ കാരാഗ്രഹത്തിനകത്ത്. 7 മണിക്ക് സൈറൻ മുഴങ്ങി. എന്താ സംഭവിച്ചത്? പടയാളി വാളുമായിട്ട് വന്നു. എന്താ? യോഹന്നാൻ മിന്നിമിങ്ങനെ കിടക്കുക. ഒരു സമയം ഇങ്ങനെ താഴോട്ട് കയറി. ഈ പെരുമ്പാമ്പിന്റെ ശരീരം ഒട്ടിപ്പിടിക്കുന്നത് പോലെ രക്തം കരിഞ്ഞില്ല, ശരീരം ഒട്ടിപ്പിടിച്ചു. 1000കണക്കിന് പേരെ കൊന്നൊടുക്കിയ പടയാളി പറഞ്ഞു, കെട്ടടിച്ചാൽ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവർ ഏത് ICU കിടന്നാലും അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസ അമ്മ ഇന്ന് രാത്രി ചോദിക്കും, അച്ഛാ ചോദിക്കും, മോനെ മോളെ ചോദിക്കും, എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകമാൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, എന്നെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ബിലീവേഴ്സിന്റെ ICU കിടന്നാലും നിന്റെ പൊന്നു പോലെ നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി. ഇന്ന് രാത്രി ആരും കരമുയർത്ത്. സാധാരണ ദൈവമല്ല നമ്മെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പറ, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ 2ാമത് രാത്രി അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit coming this annual convention. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ബിലീവേഴ്സിലെ ഡോക്ടർ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. അമ്മ സ്വത്രം കുഞ്ഞുങ്ങളോട് രഹസ്യമായിട്ട് പറയും, താമസിയാതെ ശവപ്പെട്ടി ശരിയാക്കണം. ഇന്ന് രാത്രി കരമുയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അവന്റെ പേര് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അച്ഛാ ഇന്ന് രാത്രി കാരിത്താസുകാരനെ മാർസ്ലീവായും തള്ളു. ഹാർട്ട് അറ്റാക്കിന് സ്റ്റെന്റ് നടക്കത്തില്ല, ബൈപ്പാസ് വിടാൻ പറ്റത്തില്ല. രഹസ്യമായി സർജിക്കൽ യൂണിറ്റിന്റെ പുറകിൽ കുഞ്ഞുങ്ങളോട് പറയും, അടുത്ത അറ്റാക്കോടുകൂടി പാപ്പാസിന് തരില്ല. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, കാരിത്താസിന്റെ സ്ലീവയുടെ റിപ്പോർട്ടല്ല വലുത്. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ രാത്രി ഞാൻ സകലത്തിനും മതിയായവന്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി വിളിച്ചു പറ, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറ്. ബ്രദർ സിസ്റ്റർ ഇന്ന് രാത്രി കരമുയർത്തി പറ, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങി പോകൂ. അച്ഛാ ഇന്ന് രാത്രി പറ, അലപ്രയിൽ എന്നെ വിളിച്ച എന്റെ ദൈവത്തിന്റെ ദയ എന്നെ വിട്ടു പോകുകയില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ